ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിസ്റ്റോറിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം PSC പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം ഏറ്റവും കൂടുതൽ ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാറുള്ളത് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അതായത് വജ്രത്തിന്റെ തിളക്കത്തിനു കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ്, മരുഭൂമിയിലെ മരീചികയ്ക്ക് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം പ്രകാശ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്, ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. എന്താണ് പറയാ? അപവർത്തനം. അപവർത്തനത്തെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? റിഫ്രാക്ഷൻ എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? റിഫ്രാക്ഷൻ എന്ന് വിളിക്കാം. എന്താണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി ചെന്നു പതിക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ചോദിക്കും, ഇതേപോലെ തന്നെ കറക്റ്റ് ഡെഫിനേഷൻ എഴുതിയിട്ട് ചോദിക്കും, ഇത് ഏതാണ് പ്രതിഭാസം? ഓപ്ഷനിൽ എന്തുണ്ടാവും? അപവർത്തനം ഉണ്ടാവും. അപ്പോൾ ഓർത്തു വയ്ക്കുക, സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി ചെന്ന് പതിക്കുമ്പോൾ അവയുടെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ നമുക്ക് എങ്ങനെ വിളിക്കാം? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് വിളിക്കാം. അപവർത്തനത്തിന് എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? ഏതൊക്കെ എക്സാമ്പിൾ നമുക്ക് പറയാം? മരുഭൂമിയിലെ മരീചിക ഒന്നാമത്തെ എക്സാമ്പിൾ. അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാന്ന് ചോദിച്ചാൽ അപവർത്തനമാണ്. അവിടെ നമ്മൾ ഒരു കാര്യം ഓർത്തു വെക്കണം, നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ചോദിച്ചാൽ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ആണ്. പക്ഷേ അവയുടെ മിന്നിത്തിളക്കം എന്തിനെയാ സൂചിപ്പിക്കുന്നത്? താപനിലയെയാണ് സൂചിപ്പിക്കുന്നത്. മിന്നിത്തിളക്കം എന്തിനെ സൂചിപ്പിക്കുന്നു? താപനിലയെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ SCERT ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ അതിൽ ആദ്യം ഉണ്ടാവുന്ന എക്സാമ്പിൾ, അപവർത്തനത്തിന് എക്സാമ്പിൾ എന്താ ഉണ്ടാവുന്ന അറിയൂ? ജലത്തിൽ മുങ്ങിയിരിക്കുന്ന കമ്പ് അല്ലെങ്കിൽ സ്കെയിൽ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെൻസിൽ, അതൊക്കെ വളഞ്ഞിരിക്കുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അപവർത്തനമാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചത്? മരുഭൂമിയിലെ മരീചിക, നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കത്തിന് കാരണമായ പ്രതിഭാസം, ജലത്തിൽ മുങ്ങിയിരിക്കുന്ന കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞു തരാം. സൂര്യോദയത്തിന് മുമ്പും അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷവും അല്പസമയം സൂര്യനെ കാണുന്നത് എന്തിന് എക്സാമ്പിളാ? അപവർത്തനം അഥവാ റിഫ്രാക്ഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ 4 എക്സാമ്പിൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇത് തന്നെയാണ് PSC എപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുള്ളത്. ഓക്കെ, രണ്ടാമത്തെ പ്രതിഭാസമാണ് പ്രതിഫലനം. എന്താ പറയാ? പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ എന്നാണ് പറയാം. എന്താണ് പ്രതിഫലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശബ്ദത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ പ്രതിധ്വനി പഠിക്കുന്നുണ്ട് അല്ലെ? ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, പ്രകാശത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ ആണ്. എന്താണ് പ്രതിഫലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം. ചെന്ന് പതിക്കുന്ന കിരണത്തെ നമ്മൾ എന്താ പറയാ? പതനകോൺ എന്ന് പറയും, അല്ലെങ്കിൽ പതന കിരണം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇൻസിഡന്റ് റേ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കാം കേട്ടോ, ഇൻസിഡന്റ് റേ എന്ന് വിളിക്കാം. ഓക്കെ, ചെന്ന് പതിക്കുന്ന കിരണത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പതന കിരണം എന്ന് വിളിക്കുന്നു. പതിച്ച് തിരിച്ചു വരുന്ന കിരണത്തെ നമ്മൾ എന്താ വിളിക്കുക? പ്രതിപതന കിരണം എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? പ്രതിപതന കിരണം അഥവാ റിഫ്ലക്റ്റഡ് റേ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ ഈ പതന കിരണവും അതുപോലെ തന്നെ പ്രതിപതന കിരണവും പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, നമ്മുടെ ഇപ്പൊ 10th പ്രിലിംസ് കഴിഞ്ഞു, ഈ മൂന്നാമത്തെ ഫേസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ദർപ്പണത്തിന്റെ പതനകോൺ എന്ന് പറയുന്നത്, പതനകോണാണ് കേട്ടോ, പതനകോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പ്രതിപതന കോൺ എത്രയാണ്? ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഒരു ദർപ്പണത്തിന്റെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പ്രതിപതന കോൺ എത്രയാണ്? ആൻസർ എന്തിനാണ്? 60 ഡിഗ്രിയാണ്. പതനകോണും പ്രതിപതനകോണും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്ന് ഓർത്ത് വെക്കാം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു പ്രതിഫലനത്തിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞു പ്രതിഫലനം എന്താണ്? മിനുസമുള്ള ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ നമുക്ക് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനം എന്ന് പറയാം. ചെന്ന് പതിക്കുന്ന കിരണത്തെ പതന കിരണം അഥവാ ഇൻസിഡന്റ് റേ എന്നും, പതിച്ച് തിരിച്ചു വരുന്ന കിരണത്തെ പ്രതിപതന കിരണം അഥവാ റിഫ്ലക്റ്റഡ് റേ എന്നും നമുക്ക് വിളിക്കാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ പ്രതിഭാസമാണിത്.
വിഭങ്കനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും, ഡിഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഈ രണ്ട് ടേംസും പഠിച്ചു വെക്കണം. ചിലപ്പോൾ എക്സാമ്പിൾ ഏതിൻ്റെയാന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ കിടക്കുക വിഭങ്കനമായിരിക്കും. നമ്മൾ എപ്പോഴും പഠിക്കുക എന്താണ്, ഡിഫ്രാക്ഷൻ. ഒരു ടേം മാത്രം പഠിച്ചു വെക്കരുത്, രണ്ടും പഠിച്ചു വെക്കുക. ഡിഫ്രാക്ഷൻ, ഓക്കെ, ഡിഫ്രാക്ഷൻ ആണ് അതിന്റെ ഇംഗ്ലീഷ് ടേം എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും, വിഭങ്കനം എന്ന് പറയും. ഓക്കെ, വിഭങ്കനം. അതായത് എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അധാര്യ വസ്തുവിനെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെ നമുക്ക് എന്ത് വിളിക്കാം, ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനം എന്ന് വിളിക്കാം, അല്ലെ. ഒരു അധാര്യ വസ്തുവിനെ ചുറ്റി പ്രകാശം വളയും. കാരണം എന്താ, അധാര്യ വസ്തുവിന്റെ ഉള്ളിൽ കൂടി പ്രകാശത്തിന് കടന്നു പോകാൻ പറ്റുമോ, ഇല്ല. അധാര്യ വസ്തുവിന് എക്സാമ്പിൾ പറയാൻ ചെയ്താണ് കല്ല്, തടിയൊക്കെ എക്സാമ്പിൾ ആണ്. സുതാര്യ വസ്തുക്കൾ നമുക്കറിയാം, പ്രകാശം സുഗമമായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുക. എക്സാമ്പിൾ ഗ്ലാസ്, അല്ലെ. അധാര്യ വസ്തുവിന്റെ ഉള്ളിൽ കൂടെ പ്രകാശം കടന്നു പോവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാവുക, പ്രകാശം കടന്നു പോയില്ലെങ്കിൽ ആ വസ്തുവിനെ ചുറ്റി വളയും, അല്ലെ, അല്ലെങ്കിൽ അതിനു ചുറ്റും വ്യാപിക്കും. ആ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കുക. മലയാളത്തിലെ വിഭങ്കനം എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന എക്സാമ്പിൾ ഏതായിരിക്കും, നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണം. ഒന്നാമത്തെ എക്സാമ്പിൾ എന്തായിരുന്നു, നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണം. രണ്ടാമത്തെ എക്സാമ്പിൾ പറയാൻ പറ്റൂ, സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏത്. ഓക്കെ, സൂര്യന് ചുറ്റുമുള്ള വലയത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്. മൂന്നാമത്തെ എക്സാമ്പിൾ പറയാൻ ചെയ്തു പറയും, സിഡിയിൽ കാണപ്പെടുന്ന മഴവിൽ നിറത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്. ഈ മൂന്നെണ്ണത്തിന് എക്സാമ്പിൾ പ്രതിഭാസം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്, ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭങ്കനമാണ്. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ പഠിക്കുക എന്താണ് വിഭങ്കനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അധാര്യ വസ്തുവിനെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം. ഫസ്റ്റ് എക്സാമ്പിൾ നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണം. രണ്ടാമത്തെ സൂര്യന് ചുറ്റുമുള്ള വലയത്തിനു കാരണം. മൂന്നാമത്തെ എക്സാമ്പിൾ സിഡിയിൽ കാണപ്പെടുന്ന മഴവിൽ നിറങ്ങൾക്കു കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രതിഭാസവും പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇന്റർഫറൻസ്. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും, വ്യതികരണം എന്ന് പറയും. ഓക്കെ, അതുപോലെ രണ്ട് ടേമും പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് വ്യതികരണം അല്ലെങ്കിൽ ഇന്റർഫറൻസ് എന്ന് നമുക്ക് വിളിക്കാം. എന്താ വിളിക്കുക, ഇന്റർഫറൻസ് അഥവാ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും, വ്യതികരണം എന്ന് പറയും. വ്യതികരണം എപ്പോഴും PSCക്ക് ഇവിടുന്ന് ചോദിക്കാൻ ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന മനോഹര വർണ്ണത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം, അല്ലെങ്കിൽ എന്താണ് വെള്ളത്തിലെ എണ്ണപ്പാളിയിൽ കാണപ്പെടുന്ന മനോഹര വർണ്ണത്തിനു കാരണം എന്താണ്, വ്യതികരണം അല്ലെങ്കിൽ ഇന്റർഫറൻസ് ആണ്. എങ്കിൽ എന്താണ് ഇന്റർഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ്, അതായത് ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസത്തെ നമുക്ക് എന്ത് വിളിക്കാം, ഇന്റർഫറൻസ് അല്ലെങ്കിൽ വ്യതികരണം എന്ന് വിളിക്കാം. എപ്പോഴും PSC ചോദിക്കാറുള്ളത് ഈ സോപ്പ് കുമിളയുടെ കേസാണ്. ഓക്കെ, അപ്പൊ സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന മനോഹര വർണ്ണത്തിനു കാരണം, അതുപോലെ വെള്ളത്തിലെ എണ്ണപ്പാളിയിൽ കാണപ്പെടുന്ന മനോഹര വർണ്ണത്തിനു കാരണം എന്താണ്, ഇന്റർഫറൻസ് ആണ് അല്ലെങ്കിൽ വ്യതികരണമാണ്. അടുത്തത് വിസരണം. വിസരണം നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ സ്കാറ്ററിംഗ് എന്ന് വിളിക്കാം. സ്കാറ്ററിംഗ്. ഓക്കെ, അപ്പോൾ വിസരണം പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ഓടി വരും, ആകാശത്തിന്റെ നീലനിറത്തിനു കാരണം. ആകാശത്തിന്റെ നീലനിറം പറയുമ്പോൾ കടലിന്റെ നീലനിറത്തിനു കാരണം എന്താണ്, വിസരണം അഥവാ സ്കാറ്ററിംഗ് ആണ്. ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ വ്യക്തി ആരാണ്, ഓർത്തു വെക്കുക, ലോർഡ് റെയ്ലി ആണ്. ഓക്കെ, ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ വ്യക്തി ആരാണ്, ലോർഡ് റെയ്ലി ആണ്. എങ്കിൽ കടലിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ വ്യക്തി ആരായിരിക്കും, CV രാമനാണ്. ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. ആകാശത്തിലെ റെയിൻ ഉണ്ടാവുക, മഴ ഉണ്ടാവുക, അത് ആലോചിക്കുക. അപ്പൊ ആകാശം എന്തുമായി കണക്ട് ചെയ്യുക, റെയിനുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ വ്യക്തി ലോർഡ് റെയ്ലി, ആൻഡ് കടലിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ വ്യക്തി CV രാമൻ. ഇനി എന്താണ് വിസരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശരശ്മി അന്തരീക്ഷത്തിലെ പൊടിപടലത്തിൽ തട്ടി ഭാഗികമായി ഉണ്ടാകുന്ന പ്രതിഫലനത്തെ നമുക്ക് എന്ത് വിളിക്കാം, വിസരണം അഥവാ സ്കാറ്ററിംഗ് എന്ന് വിളിക്കാം. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം കറുപ്പാണ്. എന്താ കാരണം, അവിടെ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ അവിടെ വിസരണം നടക്കുന്നില്ല. വിസരണം നടക്കാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും, കറുപ്പായിരിക്കും. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ്, വയലറ്റ് ആണ്. ഓർത്ത് വെക്കുക, ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ്ങിന് വിധേയമാകുന്ന കളർ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്, വയലറ്റ് ആണ്. എങ്കിൽ ഏറ്റവും കുറച്ച് ഏതായിരിക്കും, ചുവപ്പായിരിക്കും. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ.
അപ്പൊ എന്താണ് വിസരണം അഥവാ സ്കാറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശരശ്മി അന്തരീക്ഷത്തിലെ പൊടിപടലത്തിൽ തട്ടി ഭാഗികമായി ഉണ്ടാകുന്ന പ്രതിഫലനത്തെ നമുക്ക് എങ്ങനെ വിളിക്കാം? വിസരണം അഥവാ സ്കാറ്ററിംഗ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ, ആകാശത്തിന്റെ നീലനിറത്തിനു കാരണം. വിശദീകരണം നൽകിയത് ലോർഡ് റെയ്ലി. കടലിന്റെ നീലനിറത്തിനു കാരണം. വിശദീകരണം നൽകിയത് CV രാമൻ. അതുപോലെ നമ്മൾ പറഞ്ഞു വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗിന് വിധേയമാകുന്ന നിറം. ഏറ്റവും കുറച്ച് ചോദിക്കുകയാണെങ്കിൽ ചുവപ്പാണ്. ഓക്കെ, അപ്പൊ വിസരണം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. ഏതായിരുന്നു? പ്രകീർണനം. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഡിസ്പേർഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഡിസ്പേർഷൻ. എന്താ വിളിക്കുക? ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം. വേറെ എങ്ങോട്ടും പോവണ്ട, ഇതിന്റെ എക്സാമ്പിൾ ഇതിന്റെ പേരിൽ തന്നെ കിട്ടും. പ്രകീർണനം, ഡിസ്പേർഷൻ അല്ലെ. അതായത് പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം. എന്താണ്? പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെ നമുക്ക് എന്ത് വിളിക്കാം? പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് വിളിക്കാം. എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നത് എന്താണ്? എക്സാമ്പിള് മഴവില്ലേ അല്ലെ, റെയിൻബോ. വേറെ എങ്ങോട്ടും പോകണ്ട, മഴവില്ലാണ് എക്സാമ്പിൾ. ഓപ്ഷനിലെ ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഓപ്ഷനിലെ പ്രകീർണനം ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ഓപ്റ്റ് ചെയ്യാം? ഒന്നുകിൽ അപവർത്തനം ഉണ്ടാവും, അല്ലെങ്കിൽ പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ അപവർത്തനം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, ഡിസ്പേർഷൻ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ മഴവില്ലാണ്. എന്താണ് ഡിസ്പേർഷൻ? പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം. അപ്പം മഴവിൽ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം പ്രകീർണനമാണ്. മറ്റു കാരണങ്ങൾ ചോദിച്ചാൽ അപവർത്തനവും അതുപോലെ പൂർണ്ണാന്തരിക പ്രതിഫലനവും പെടും. ഓക്കെ, ഇനി നമ്മൾ സാധാരണ കുട്ടികളോടൊക്കെ ചോദിക്കും, മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന നിറം ഏതാണ്? പക്ഷെ കുട്ടികളോട് മാത്രമല്ല, നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. എങ്കിലും ഓർത്ത് വയ്ക്കുക, ചുവപ്പ് കാണപ്പെടുന്ന കോൺ ആംഗിൾ 42.8 ഡിഗ്രിയാണ്. ഓക്കെ, താഴെ കാണപ്പെടുന്ന നിറം ഏതായിരിക്കും? വയലറ്റ് നിറമായിരിക്കും. വയലറ്റ് കാണപ്പെടുന്ന കോൺ ആംഗിൾ 40.8 ഡിഗ്രിയാണ്. സൂര്യന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് വരിക? മഴവില്ല് രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മുകളിലായിട്ട് കാണപ്പെടുന്ന നിറം ചോദിച്ചാൽ ചുവപ്പാണ്. ചുവപ്പ് കാണുന്ന കോൺ ആംഗിൾ 42.8 ഡിഗ്രിയാണ്. താഴെ കാണപ്പെടുന്ന നിറം വയലറ്റ് ആണ്. വയലറ്റ് കാണുന്ന കോൺ ആംഗിൾ 40.8 ഡിഗ്രിയാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രതിഭാസത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം എന്ത്? പൂർണ്ണാന്തരിക പ്രതിഫലനം. PSC എപ്പോഴും ചോദിക്കാറുണ്ട്, വജ്രത്തിന്റെ തിളക്കത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഓക്കെ, അപ്പൊ അടുത്ത പ്രതിഭാസം ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് വിളിക്കാം? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയും. പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയും. ഓക്കെ, എന്താണ് പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗ വിവരവിനിമയത്തിന് സഹായിക്കുന്ന ഒരു പ്രകാശ പ്രതിഭാസമാണ് എന്ത്? പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത്. ഒന്നാമത്തെ എക്സാമ്പിൾ എൻഡോസ്കോപ്പി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻഡോസ്കോപ്പി. എന്തിനു വേണ്ടിയിട്ട് എൻഡോസ്കോപ്പി ഉപയോഗിക്കുന്നത്? എൻഡോസ്കോപ്പി, അതായത് എൻഡോസ്കോപ്പി എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ആന്തരഭാഗങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് എൻഡോസ്കോപ്പി. ആ എൻഡോസ്കോപ്പിയിലെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞു വജ്രത്തിന്റെ തിളക്കത്തിനു കാരണമായ പ്രതിഭാസം അല്ലെങ്കിൽ രത്നത്തിന്റെ തിളക്കത്തിനു കാരണമായ പ്രതിഭാസം. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആൻസർ എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ മനസ്സിലായില്ലേ എന്താണ് പൂർണ്ണാന്തരിക പ്രതിഫലനം? ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് എന്ത്? പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഫസ്റ്റത്തെ എക്സാമ്പിൾ എൻഡോസ്കോപ്പിയുടെ കേസ് ഓർക്കുക. രണ്ടാമത്തെ എക്സാമ്പിൾ വജ്രത്തിന്റെ തിളക്കത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസമാണ് എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ലാസ്റ്റത്തെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അഥവാ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം? നമുക്ക് നോക്കാം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഇവിടുന്ന് ചോദിക്കാറുണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സോഡിയം പൊട്ടാസ്യം, ഓക്കെ, സോഡിയം
പൊട്ടാസ്യം പോലുള്ള സോഡിയം പൊട്ടാസ്യം പോലുള്ള ലോഹങ്ങളുടെയൊക്കെ ഉപരിതലത്തിൽ നമ്മുടെ പ്രകാശരശ്മി ചെന്ന് പതിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ഇലക്ട്രോണുകളെ ഉത്സർജിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? സോഡിയം പൊട്ടാസ്യം പോലുള്ള ലോഹങ്ങളുടെ ഉപരിതലത്തിൽ എന്ത് ചെന്ന് പതിക്കുമ്പോൾ? പ്രകാശരശ്മി ചെന്ന് പതിക്കുമ്പോൾ എന്ത് ഉത്സർജിക്കപ്പെടുന്നു? ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്നു. ആ പ്രതിഭാസത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം. എന്തിന്റെയാണ്? സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഒരു എക്സാമ്പിൾ ആണ്. എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആവിഷ്കരിച്ചത് ആരാണ്? ദാറ്റ് ഈസ് ഹെൻറിച്ച് ഹേർട്സ് ആണ്. ആരാണ്? ഹെൻറിച്ച് ഹേർട്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത്. അത് വിശദീകരിച്ചത് മറ്റൊരു വ്യക്തിയാണ്. ദാറ്റ് ഈസ് ആൽബർട്ട് ഐൻസ്റ്റീൻ. രണ്ട് വ്യക്തികളെയും പഠിച്ചു വെക്കണം കേട്ടോ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണം നൽകിയത്. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണം നൽകിയത്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? സോഡിയം പൊട്ടാസ്യം പോലുള്ള ലോഹങ്ങളുടെ ഉപരിതലത്തിലെ പ്രകാശരശ്മി ചെന്ന് പതിക്കുമ്പോൾ ഇലക്ട്രോണുകളെ ഉത്സർജിക്കുന്നു. എക്സാമ്പിള് സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വമാണ് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ ആവിഷ്കരിച്ചത് ഹെൻറിച്ച് ഹേർട്സ് ആണ്, വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും പ്രകാശ പ്രതിഭാസങ്ങളെ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് നമ്മൾ പഠിച്ചു അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. രണ്ടാമത് നമ്മൾ പഠിച്ചു പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ. ദെൻ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭങ്കനം. ദെൻ ഇന്റർഫറൻസ് അല്ലെങ്കിൽ വ്യതികരണം. ദെൻ സ്കാറ്ററിംഗ് അഥവാ വിസരണം. അതുപോലെ തന്നെ ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം. പൂർണ്ണാന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ദെൻ ലാസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അഥവാ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കണം. കറക്റ്റ് ഡെഫിനേഷനും പഠിക്കണം, അതുപോലെ തന്നെ എക്സാമ്പിളും നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.